എത്തുന്നാണല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിനിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ ഒരിഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? ദേ കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ അതൊരു കഥയാ മക്കളെ. ഇത് വരാത്തെന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി എന്നെക്കാളും എടുക്കണല്ലേ. ഇതെന്താ ഇവിടെ മണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നേക്കണം. വാ. എന്ത് പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയായിരുന്നു, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. വേറെ 5 മിനിറ്റ് എന്നാലും എന്റെ അളിയാ ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ ദേവന്നാ മരം കൊത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ. ആരോ ഗോപിയേട്ടാ? ഞാനാ കല്യാണി. ഇവിടെ അടുത്ത് നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടിലേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബുക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ.
ഇവിടെ ഉള്ളവരെല്ലാം ദേവന്റെ കൂട്ടുകാരാ. ലോകം മുഴുവൻ നമ്മുടെ കൂട്ടുകാരല്ലേ കല്യാണി. കണ്ണ് കാണാൻ വയ്യാത്ത ആളെ ആരെങ്കിലും ഉപദ്രവിച്ചതായി അറിയോ? ഉണ്ടല്ലോ. അതാരെ? എന്നെ മോളിൽ വെച്ച് ഒരാൾ ഇടിച്ചിട്ടുണ്ടല്ലോ. ആ ദേവ നിന്റെ പെങ്ങളുട്ടിയാ? അല്ലേക്ക, എന്റെ ഫ്രണ്ടാ. ഈ മോക്ക് കണ്ണ് കാണാഞ്ഞപ്പോ ഞമ്മളോർത്ത് നിന്റെ ആ പെങ്ങളുട്ടിയായിരിക്കും. ദേവന്റെ സിസ്റ്ററും ഇങ്ങനെയാണോ? 2 പെങ്ങന്മാരുണ്ട്. അതിലൊരാള് നമ്മുടെ ടീമാ. ഏറ്റവും ഇളയവളെ ദൈവം തുണച്ചു. ഒരു സർജറി നടത്താനുണ്ട്. ചിലപ്പോ അവൾക്ക് ലോകം കാണാൻ ഭാഗ്യമുണ്ടാവും. കല്യാണി, മീനാക്ഷിയോട് ഇടയ ജംഗ്ഷനിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാ. ദേവാ, ഉം. ഞാനൊരു സമ്മാനം തരട്ടെ? ആ